ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കുറച്ച് മാങ്ങ, നമ്മളിവിടെ മാവുണ്ട്. രാവിലെ എല്ലാ ദിവസവും എന്ത് ചെയ്യും, മാങ്ങ വീഴും. അപ്പം ഞാനിങ്ങനെ അതെടുത്ത് വെക്കും. പക്ഷെ തിന്നാൻ ചിലപ്പോൾ സമയം കിട്ടാറില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ ഈ മാങ്ങ കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. പണ്ട് ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ അതായത് ഈ മാങ്ങ തെരളിയൊക്കെ ഉണ്ടാക്കില്ല, അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ വെയിലില്ല. പിന്നെ അതുപോലെ നമുക്ക് അതുപോലെ പായൊക്കെ വേണം ഇത് ഉണ്ടാക്കണമെങ്കിൽ. ഇത് പായിലൊക്കെ തേച്ച് അങ്ങനെയൊക്കെയാണ് ഇത് മാങ്ങ തെരളിയൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ അതിന് പകരമായിട്ട് ഇതുകൊണ്ട് ഞാനൊരു ജാം ഉണ്ടാക്കാനാണ് പോണത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, അതെല്ലാം അതിൻ്റെ തൊലി കുറച്ച് കറുത്തിട്ടേ ഉള്ളൂ, എങ്കിലും നല്ല മാങ്ങയാണ്. അപ്പം അതൊന്ന് നന്നാക്കി എടുത്തിട്ട് ജാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മഴക്കാലം അല്ലേ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വല്ല ബ്രെഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചുമ്മാതെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, എടുത്ത് കഴിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും എനിക്ക് മധുരമുള്ള ഐറ്റംസ് എനിക്ക് തിന്നുകൊണ്ട് ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് ചുമ്മാതെ ആണെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ഒരു സ്പൂണൊക്കെ എടുത്ത് കഴിക്കുക. അപ്പോൾ വെറുതെ നമ്മൾ എന്ത് ചെയ്യണ്ട, കളയണ്ട. ഇതെന്ത് ചെയ്യണം, ജാം ഉണ്ടാക്കാനാണ്. ആദ്യം ഞാൻ എന്ത് ചെയ്യും, തോലൊക്കെ നല്ലോണം ഒന്ന്, ഇത് കുറച്ച് കറുത്ത് പോയതാണ്, എന്നാലും ഞാൻ അതിൻ്റെ തോലൊക്കെ നല്ലോണം ഒന്ന് എടുത്ത് കളഞ്ഞ്, അതിൻ്റെ ഉള്ളിൽ നല്ലതാണ്, പുറം തൊലിയാണ് കറുത്തിരിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ വെള്ളമൊക്കെ പറ്റിച്ചെടുത്ത് കുറച്ച് വേറെ സാധനങ്ങൾ കൂടി ഇതിൻ്റെ ഉള്ളിൽ ചേർക്കാനുണ്ട്. അതൊക്കെ ചേർത്ത് നമുക്ക് ജാം ഉണ്ടാക്കാം. അപ്പം ഇപ്പം അതിൻ്റെ ഫസ്റ്റ് പ്രൊസീഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കണം നല്ലവണ്ണം. കുറച്ച് പണിയുണ്ട്, എന്നാലും ഇത് എന്താണ്, ഇന്നിത് മടി പിടിച്ചിരുന്ന നാളത്തേക്കും കൂടെ ഇത് അഴുക്കായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, എടുത്ത് വെച്ചിരുന്ന ഓരോന്നും എടുത്ത് വെച്ചിരുന്നതാണിത്. കഴിക്കാൻ സമയം കിട്ടിയിട്ടില്ല. നമുക്ക് എന്തെങ്കിലും സാധനം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് വേണ്ടല്ലോ, ഇല്ലെങ്കിലാണല്ലോ നമുക്കൊക്കെ ഇതിനൊക്കെ ഭയങ്കര വീര്യം. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പേരയ്ക്കയുണ്ട്, മാങ്ങയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം ഇതെടുക്കുന്നതിനൊന്നും അവരൊന്നും പറയത്തൊന്നുമില്ല. അവരെനിക്കെടുത്ത് തന്നു, നാളൊരു ദിവസം അവരെടുത്ത് തന്നു. ചിലപ്പോൾ നമ്മൾ വീഴുന്നത് എടുത്ത് വെക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആണ് ഇതിൻ്റെ കഥ. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം ഒന്ന് എന്ത് ചെയ്യണം, നല്ലത് നോക്കി നമ്മൾ എടുത്തിട്ട് ബാക്കിയൊക്കെ കളയും. ഇതിൻ്റെ പുറം ഇങ്ങനെ കറുത്ത് ഇങ്ങനെ, ഇത് മഴയല്ലേ ഇപ്പോൾ, അപ്പോൾ അത് പെട്ടെന്ന് തണുപ്പുകൊണ്ട് പഴുത്ത് അങ്ങോട്ട് എന്ത് ചെയ്യും, കറുത്ത് പോയി. ജാം ഉണ്ടാക്കാനായിട്ട് മാംഗോ നല്ലോണം കൈ വെച്ച് ഞാനതൊന്ന് ഉടച്ചു കൊടുത്തു. കൈയൊക്കെ നല്ലോണം വൃത്തിയായിട്ട് കഴുകിയ കൈയാണ്. നിങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലോണം കൈ നല്ലോണം വൃത്തിക്ക് കഴുകിയിട്ടൊക്കെ വേണം നമ്മളിങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി. ഇപ്പം ധാരാളം മാങ്ങയുടെ സീസൺ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നമ്മുടെ പറമ്പിലൊക്കെ വീഴുന്ന ഈ മാങ്ങ കൊണ്ട് നമുക്കിങ്ങനെ എന്ത് ചെയ്യാം, ജാമൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിത് ചെറുപ്പത്തിൽ, എനിക്കൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പഠിച്ച കാര്യമാണ്. ബാക്കി വന്ന കൈ ഇങ്ങനെ എന്ത് ചെയ്യാം, നക്കിയെടുക്കാം. കാരണം മാങ്ങ അത്രയും വൈറ്റമിനാണ്, പഴങ്ങളുടെ രാജാവെന്നാണ് മാമ്പഴം എന്ത് ചെയ്യുന്നത്. അപ്പം ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണോ, ഇളക്കി കൊടുക്കാം. അടുക്കി പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി ഇത് പറ്റി വരണം, നല്ലോണം വെള്ളമൊക്കെ പറ്റി എന്ത് ചെയ്യണം, വരണം. പിന്നെ ഇതിനകത്ത് പ്രധാന സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം വിനാഗിരി എന്ത് ചെയ്യണം, ഇതിലൊഴിച്ചു കൊടുക്കണം. ഒത്തിരി ഒഴിക്കരുത്, കുറച്ച് മാത്രം. നമ്മളിപ്പോൾ ഒരു അടപ്പൊഴിച്ചു, ഒരു അടപ്പൂടെ എന്ത് ചെയ്ത് ഒഴിച്ചു കൊടുത്തു. ഇത്തിരിയും കൂടെ മതി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേടാവാതിരിക്കാനാണ് നമ്മൾ വിനാഗിരി എന്ത് ചെയ്യുന്നത് ചേർക്കും. നമ്മൾ അച്ചാറിലൊക്കെ ചേർക്കൂലേ, അതുപോലെ ഇതിന് നല്ലവണ്ണം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി കുറച്ച് മാങ്ങയ്ക്ക് മധുരം ഉള്ളതുകൊണ്ട് ഇടേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് പഞ്ചസാര എന്ത് ചെയ്യാം ഇട്ട് കൊടുക്കും. നല്ലോണം ഇതുകൊണ്ട് ഈ എന്താ പറയുക ആനീസ് കിച്ചണൊക്കെ ഇല്ലേ, പുള്ളിക്കാരത്തി ഇങ്ങനെയൊക്കെ കുറുക്കി വെച്ചിട്ടാണ് മാമ്പഴം കൊണ്ട് പായസമൊക്കെ എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത്. അപ്പം മാമ്പഴം കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം, ജ്യൂസ് ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം, നമുക്ക് കഴിക്കാം, മാങ്ങ തെരളി ഉണ്ടാക്കാം, മാങ്ങ അലുവ ഉണ്ടാക്കാം, ഐസ്ക്രീം ഉണ്ടാക്കാം, ഒരുപാട് ഐറ്റംസ് എന്ത് ചെയ്യാം മാമ്പഴം വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് നല്ലോണം എന്ത് ചെയ്യും ഇങ്ങനെ കുറുക്കി കൊടുക്കണം. നമുക്ക് 1 ഗ്രാമ്പൂവും കൂടെ എന്ത് ചെയ്യണം, അപ്പടി ഉറുമ്പ് പോകാൻ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഗ്രാമ്പുവാണ് ഒരു 3 4 5 ഗ്രാമ്പും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതായത് ആ ജാമിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നത്.